ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് ജയശങ്കർ വന്ന് ദിലീപിനെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഇതിപ്പോൾ അദ്ദേഹം ചെയ്ത വീഡിയോയ്ക്ക് 1.1 മില്യൺ വ്യൂസ് ഇപ്പോൾ തന്നെയുണ്ട്. എല്ലാവരും കണ്ടാണ്. ദിലീപും അത് കാണുമെന്നറിയാം. ഇല്ലാത്ത കാര്യങ്ങളൊന്നും അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ മലയാള സിനിമയെ കാഴ്ചവട്ടിലിട്ട് ചവിട്ടി മെതിച്ച് മുന്നേറിപ്പോയ ഒരു വ്യക്തിയാണ് ദിലീപ് എന്ന രീതിക്കാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്. തുറന്നു പറയുകയാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ അകത്ത് മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ബന്ധുവും അയൽവാസിയും ബാല്യകാല സുഹൃത്തും എല്ലാമായിരുന്നു. പക്ഷേ ഇന്ന് വരെ ഇദ്ദേഹം ഇത് വെളിയിൽ പറഞ്ഞിട്ടില്ല. അതായത് വളരെ വലിയ ജനപ്രിയ നായകനായ നടനായിട്ടിരിക്കുമ്പോൾ ഞാൻ ദിലീപിൻ്റെ ബന്ധുവാണ് കേട്ടോ എന്ന് പറഞ്ഞൊരു 10 നോട്ടീസ് അടിച്ച് അതിൻ്റെ പേര് കിട്ടുന്ന ഒരു ക്രെഡിറ്റിന് പുള്ളി നിന്നിട്ടില്ല. ഇന്ന് ഈ ഒരു അവസരത്തിലാണ് പുള്ളി ഇത് വെളിയിൽ പറയുന്നത്. നമുക്ക് ഈ സുപ്രസിദ്ധ സിനിമാനല്ല കുപ്രസിദ്ധ സിനിമാനടൻ എന്നുള്ളത് കുറച്ചുകൂടി ശരി എന്നെനിക്ക് തോന്നുന്നു. കുപ്രസിദ്ധ സിനിമാനടൻ ദിലീപ് എന്ന് വിളിക്കുന്ന ഗോപാലകൃഷ്ണൻ എൻ്റെ ഒരു അയൽവാസിയും ബാല്യകാല സുഹൃത്തും ബന്ധു കൂടിയാണ് എന്ന കാര്യം പലർക്കും അറിയാമോ എന്നെനിക്കറിയില്ല. എന്നാൽ സത്യം അതാണ്. ഞങ്ങൾ രണ്ടുപേരും നാട്ടുകാരാണ്, അയൽവാസികളാണ്, ബന്ധുക്കളുമാണ്. ഞാനത് അധികം ആൾക്കാരോട് പറയാറില്ല. കാരണം എന്താ വെച്ചാൽ അത് ജനപ്രിയ നായകനായ കാലത്ത് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു അന്തസ്സിന് കുറവായിരുന്നു. അദ്ദേഹം ഈ പീഡന കേസിൽ പ്രതിയായതിനു ശേഷം ഇത് പറഞ്ഞാൽ എനിക്ക് അന്തസ്സിന് കുറവാണ് എന്നുള്ളത്. ഇപ്പോൾ അന്തസ്സിനെ കുറിച്ച് ആലോചന ഇല്ലാതെ ഞാൻ നിങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുകയാണ്. ഇദ്ദേഹത്തെ എനിക്ക് വളരെ കുട്ടിക്കാലം മുതൽക്കറിയാം. എന്നെക്കാളും 4 കൂടിയാൽ 5 വയസ്സ് അദ്ദേഹത്തിന് കുറവുള്ളൂ. ഞങ്ങൾ 4-5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഇപ്പം ദിലീപിൻ്റെ ബന്ധുവാണെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് അന്തസ്സിൻ്റെ കുറവാണ്. കാരണം നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു ആളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറഞ്ഞത്. പക്ഷേ എന്നാൽ ഇപ്പോൾ അത് പറയുകയാണ് ഇത് പണ്ട് ആ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ബാല്യകാല സുഹൃത്തും ബന്ധുവൊക്കെയാണ്. അതോടൊപ്പം തന്നെ ആദ്യമേ തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു അധ്യാപകൻ്റെ ശാപം മേടിച്ചുകൊണ്ടാണ് ദിലീപിൻ്റെ തുടക്കം എന്ന് പറയുന്നുണ്ട്. അതായത് പഠിപ്പിച്ച കോളേജിൽ മിമിക്രി അവതരിപ്പിച്ച്, അന്നൊക്കെ മലയാള സിനിമയിൽ മിമിക്രി അവതരിപ്പിക്കുന്നവരാണല്ലോ ജയറാം, കലാഭവമണി, അങ്ങനെ ഒത്തിരി പേര് കലാഭവനിൽ നിന്ന് തന്നെ സിനിമയിൽ വന്നവരുണ്ട്. അപ്പോൾ ആ കൂടെ ദിലീപ് നല്ല മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പോൾ കോളേജിൽ പരിപാടി അവതരിപ്പിച്ചപ്പം അധ്യാപകനെയാണ് കളിയാക്കിയത്. പക്ഷേ ആ അധ്യാപകന് വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ട്. അവസാനം അവർ TC കൊടുത്തുവിട്ട് മേലാൽ പണിയൊക്കെ ബോധിച്ചു, ഇനി ഇങ്ങോട്ട് വന്നേക്കരുത് എന്നവർ പറഞ്ഞാണ് വിട്ടത്. ഇനി കോളേജിലോട്ട് വരരുതെന്ന്. അപ്പോൾ അതൊന്ന് കേൾക്കാം. അദ്ദേഹത്തെ സംബന്ധിച്ചോളം പറഞ്ഞാൽ പുള്ളി അവിടുത്തെ ഒരു സ്ഥലത്തെ പ്രധാനപ്പെട്ട ഒരു നായർ തറവാട്ടിലെ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ സ്ഥലത്തെ ഒരു വലിയ പ്രമാണിയും ഭൂവുടമയും മറ്റുമൊക്കെ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരന്മാരെല്ലാവരും നല്ല നിലയിലാണ്. അവരുടെ മക്കളും മക്കളുടെ മക്കളുമൊക്കെ നല്ല നിലയിലാണ്. എല്ലാം ഒരു ഭേദപ്പെട്ട കുടുംബമാണ്. സർക്കാർ ജോലിയും മറ്റ് സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉള്ളവരാണ്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് അത്യാവശ്യം മദ്യപാന ശീലമൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഇവരുടെ ആ ഒരു ബ്രാഞ്ച് മാത്രം കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന കൂട്ടത്തിലായിരുന്നു. അദ്ദേഹം അവിടെ ആലുവയിലൊരു സ്കൂളിലാണ് പഠിച്ചത്. തുടർന്ന് ആലുവ UC കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പ്രീ ഡിഗ്രി 3rd ഗ്രൂപ്പായിരുന്നു. പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹം അത്യാവശ്യം മിമിക്രി മോണോ ആക്റ്റൊക്കെ നടത്തുന്ന ആളാണ്. UC കോളേജിലെ വളരെ പണ്ഡിതനായ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു അധ്യാപകനെ പരിഹസിച്ചോടെന്ന് പറഞ്ഞാൽ പോരാ, മുറിപ്പെടുത്തുന്ന രീതിയിൽ ഇദ്ദേഹം ഒരിക്കൽ മിമിക്രി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ചരിത്രം. അത് ഈ അധ്യാപകനെ വ്യക്തിപരമായിട്ട് വളരെ വേദനിപ്പിച്ചു. അത്രയും ഒരു ഹാർട്ടിക് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അതേ തുടർന്ന് പ്രിൻസിപ്പളായിരുന്ന അന്നത്തെ ഡോക്ടർ AM ചാക്കോ സാർ ഇദ്ദേഹത്തിൻ്റെ പേര് നടപടിയൊന്നും എടുത്തില്ല. കോളേജിൽ നിന്ന് പോയപ്പോൾ ഇനി മേലിൽ ഈ കോളേജിൽ അപ്ലൈ ഇല്ല എന്ന് എഴുതി പഠിച്ചിട്ടാണ് പുള്ളിക്ക് TC കോട്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തു വിട്ടത്. ആ ഒരു ഗുരുവിൻ്റെ ശാപം ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വീതം ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ അധ്യാപകൻ്റെ ശാപം മേടിച്ചാണ് തുടക്കം വന്നിരിക്കുന്നത്. അവിടെ നിന്ന് ഗുരുനിന്ന കാണിച്ച് ശാപം മേടിച്ചുകൊണ്ട് അധ്യാപകനെ കളിയാക്കി. മോണാക്റ്റും മിമിക്രിക്കാരുടെയൊക്കെ ഒരു വിചാരം എന്താ, ഒന്നെങ്കിൽ അശ്ലീല പദങ്ങൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ബോഡി ഷേമിങ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആൾക്കാരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ തമാശ അവതരിപ്പിക്കുക. കുറേ പേര് അത് കേട്ട് ഹാന്ന് ചിരിക്കുകയും ചെയ്യും. ഇവരോർക്കും ഇവർ കാണിച്ച എന്തോ ഒരു വലിയ കാര്യമാണ്. അങ്ങനെ കൊണ്ട് കോമഡി കാണിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് നിർഭാഗ്യവശാൽ കേരളത്തിലുള്ള നല്ല കലാകാരന്മാരായിട്ടുള്ള ബിനു അടിമാലിയെ തന്നെ നോക്കാം. അവരെല്ലാം ഇങ്ങനെയാണ്, കോമഡി പറയും, നല്ല ആർട്ടിസ്റ്റും ഒക്കെയാണ്. പക്ഷേ എന്നാലും മറ്റുള്ളവരെ കളിയാക്കി അതിൽ കോമഡി കണ്ടെത്തി മറ്റുള്ളവരെ ചിരിപ്പിക്കുക. അപ്പോൾ അതിന് വിധേയപ്പെടുന്ന ആൾക്കാരുടെ മനസ്സെത്ര വേദനിക്കുന്നുള്ളത് ചിന്തിക്കാറില്ല. അടുത്തത് മലയാള സിനിമയെ കടന്നു വന്നതിന് ശേഷം മലയാള സിനിമ കാൽക്കീഴിലാക്കി ചവിട്ടി മെതിച്ചത് പറയുന്നുണ്ട്. അതായത് അന്നത്തെ കാലത്തല്ല നമ്മുടെ നസീറും അതുമൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് മലയാള സിനിമയിൽ. അവരാരും ഒരു കൂടെ അഭിനയിക്കുന്ന ആരായിരിക്കണം, സംവിധായകൻ ആരായിരിക്കണം എന്നോ അല്ലെങ്കിൽ നടി ആരായിരിക്കണം, നടൻ ആരായിരിക്കണം എന്നൊന്നും തീരുമാനിക്കില്ല. ചില നിർദ്ദേശങ്ങളൊക്കെ മമ്മൂട്ടി മോഹൻലാലൊക്കെ വെക്കുമായിരുന്നെങ്കിലും കർക്കശ്യത്തോടെ എൻ്റെ കൂടെ ഇവർ അഭിനയിച്ചാൽ മതി എന്ന് പറയില്ല. പക്ഷേ ദിലീപാണ് ആദ്യം ആ കീഴ്വഴക്കം കൊണ്ടുവന്നത്. അത് പറയുന്നുണ്ട്. ആരും കാണാതെ കടന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാകത്തിന് പ്രബലനായിട്ട് സംവിധായകന്മാരുടെ സംഘടന പുള്ളിയുടെ കാൽച്ചോട്ടിലായി, നിർമ്മാതാക്കളുടെ സംഘടനയിൽ പുള്ളി പ്രബലനായി, വിതരണക്കാരുടെ സംഘടന പുള്ളിയുടെ കയ്യിലായി. ഏറ്റവും ഒടുവിൽ
തിയേറ്റർ ഉടമസ്ഥന്മാരുമായിട്ടാണ് വലിയൊരു ക്ലാഷ് ഉണ്ട്. തിയേറ്റർ ഉടമകളുടെ സംഘടനയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ലിബർട്ടി ബഷീറാണ്. ലിബർട്ടി ബഷീർ ചില്ലറക്കാരൊന്നുമല്ല, ആ ബാഡി പവറും മസിൽ പവറും ഉള്ളതാണ്. ഇവർ തമ്മിൽ ഏറ്റുമുട്ടൽ എന്ന് വെച്ചാൽ മലയാള സിനിമ ശ്വാസമടക്കി കണ്ടുനിന്ന് കാഴ്ചയാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്നുകിൽ ലിബർട്ടി ബഷീർ അല്ലെങ്കിൽ ആ ദിലീപ്, രണ്ടിലൊരാൾ അടിപ്പെട്ടേ തീരൂ. പക്ഷേ ആ യുദ്ധത്തിൽ ഈ ദാവീദ് ഗോലിയാത്തെന്ന് പറഞ്ഞ പോലെ ദിലീപ് ലിബർട്ടി ബഷീറിനെ തകർത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ ഈ ദിലീപ് എന്ന് പറഞ്ഞ നടൻ്റെ കാൽച്ചൂട്ടിലെ അതിന് തിലകൻ എന്ന് പറഞ്ഞ വലിയ മഹാനടനെ മലയാള സിനിമയിൽ നിന്ന് ഏറെക്കുറെ ഔട്ടാക്കിച്ചു. അതുപോലെ പാവപ്പെട്ട ബാളാരവിന്ദൻ, ആ പാവത്തിൻ്റെ പുള്ളി മലയാള സിനിമയിൽ ഒന്നുകൂടെ ഉണ്ടാക്കി. ക്യാപ്റ്റൻ രാജു, അങ്ങനെ പല ആളുകൾക്കും ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതികാരാജ്ഞിയുടെ എന്താണ് ദുരന്ത ഫലം അനുഭവിക്കുന്നു. ഈ നേരത്തെ പറഞ്ഞ ആ UC കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറുടെ പോലെ ഇവരുടെയൊക്കെ ശാപം അന്തരീക്ഷത്തിലുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. നമ്മൾ ഈ ശാപത്തിലും കർമ്മത്തിലും ഫലത്തിലും ഒക്കെ വിശ്വസിക്കാത്ത ആൾക്കാർക്ക് കുഴപ്പമില്ല, പക്ഷേ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിക്കണം ഇതൊക്കെ തലയ്ക്ക് വീതം നിൽക്കുക. ഇതേ സമയത്ത് തന്നെ പുള്ളി കാവ്യമാധവനുമായിട്ട് അടുപ്പത്തിലാവും. അത് സിനിമാ വൃത്തങ്ങളിൽ പാട്ടാവും. ഇദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് ഇദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ടു വന്ന മഞ്ജു വാര്യരുടെ സ്ഥിതി നിങ്ങൾ ഊഹിച്ചാൽ മതി. അപ്പോൾ വിനയനായിട്ടാണ് പിന്നീട് പണി കൊടുത്തത്. അതേപോലെ തുളസീദാസ് ഇങ്ങനെയുള്ളവർക്കിട്ടൊക്കെ സംവിധായകർക്കിട്ടൊക്കെ പണി കൊടുത്തു. പിന്നെ പറയുന്നുണ്ട് മാളാരവിന്ദനെ സിനിമാ രംഗത്തു നിന്ന് തുടച്ചു നീക്കി, ക്യാപ്റ്റൻ രാജുവിനെ തുടച്ചു നീക്കി, മഹാനടനായ തിലകനെ തുടച്ചു നീക്കി. അങ്ങനെ ഈ പുള്ളിക്ക് നേർക്ക് നേരെ നമ്മൾ പറയാറില്ലേ, നമുക്ക് നേർക്ക് നേരെ വരുന്ന എല്ലാ ശത്രുക്കളെയും വെട്ടി നിർത്തുക എന്നുള്ളത്. അങ്ങനെ ശത്രുക്കളോ അല്ലെങ്കിൽ തനിക്ക് തന്നെക്കാട്ടും ആൾക്കാർ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുമോ, ജയസൂര്യ, പൃഥ്വിരാജ്, കുഞ്ചാക്ക ഭവൻ ഇവരുടെ ഫിലിം തിയേറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ ആളെ വെച്ച് കൂവിക്കും, ബിരിയാണിയും കൊടുക്കും, 500 രൂപയും കൊടുത്ത് ആൾക്കാരെ വെച്ച് കൂവിച്ച് ആ പടം പൊട്ടിക്കാൻ നോക്കും. അവരൊക്കെ ഇതിനിടയിൽ കൂടെ വളർന്നു വന്നു, എന്നാലും അവരെക്കെട്ടൊക്കെ മാക്സിമം വെച്ചപ്പോൾ അപ്പം കൂടുതൽ ആലോചിച്ചാൽ എന്താ വെച്ചാൽ മലയാള സിനിമയിലെ ഇദ്ദേഹത്തെ എല്ലാവരും ഭയപ്പെടുന്നു. ഈ 28 പേര് മൊഴി മാറ്റിയെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ 28 പേര് മൊഴി മാറ്റിയതിനെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഭയന്നിട്ടായിരിക്കാം. കാരണം എല്ലാവർക്കും അരിയാണ് പ്രശ്നം, അവർക്കൊക്കെ പിന്നെ കഞ്ഞി മുട്ടുന്ന ഒരു അവസ്ഥയാണ് ഇതിൻ്റെ അകത്ത്. അതായത് പിന്നീട് അവർക്ക് ചാൻസ് ഒന്നും കിട്ടാതെ വരികയും തുടച്ചു നീക്കപ്പെടും, അവർ ഈ ഫീൽഡിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും. അതാണ്. അപ്പോൾ പ്രതികാര മനസ്ഥിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാമ്പിൻ്റെ പ്രതികാരം പോലെയാണ്. ഇപ്പോൾ ഈ ഒരു വർഷം നടന്ന 10 വർഷം കഴിഞ്ഞാണേലും ആ പ്രതികാരം വീട്ടാൻ പുള്ളി മടിക്കുന്നില്ല എന്നുമാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പം മോഹൻലാലിനിട്ട് വരെയും പണി കൊടുത്തൊരു പ്രിയദർശൻ, ഏറ്റവും വലിയ സംവിധായകനായ പ്രിയദർശനിട്ട് വരെയും പണി കൊടുത്ത കാര്യം പറയും. പ്രിയദർശൻ എന്ന് പറഞ്ഞാൽ ചെറിയ സംവിധാനമല്ലോ. മോഹൻലാൽ നായകനായിട്ട് പ്രിയദർശൻ മഞ്ജു വാര്യർ നായികമായിട്ട് ഒരു സിനിമ അനൗൺസ് ചെയ്തു. പക്ഷേ ആ പടം നടപ്പിൽ വന്നില്ല. എന്തുകൊണ്ടാണ്? പ്രിയദർശന് സിനിമ നിർമ്മാതാവരെ കിട്ടാത്തതുകൊണ്ടാണ്, വിതരണക്കാരെ കിട്ടാത്തതുകൊണ്ടാണ്. പടം മെറ്റീരിയലൈസ് ചെയ്യില്ല. കാരണം അത് നമ്മുടെ സുഹൃത്ത്, നമ്മുടെ ബന്ധു ഇടപെട്ട് മുടക്കി എന്നുള്ളതാണ്. അത്രയും ശക്തനാണ് പുള്ളി. ഇനി ഈ കേസ് ഉണ്ടായതിനു ശേഷം ഞാൻ ഒറ്റക്കൂർ ഉദാഹരണം പറയും, ഇത് കാണുന്നവർക്ക് ബോധ്യമില്ല. ജയിലിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം പുള്ളി ചെയ്ത ഒരു പണി പറയും. ഇദ്ദേഹത്തിനെതിരായിട്ട് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ എല്ലാ പത്രത്തിലും വന്നു. മനോരമയിലും വന്നു, മാതൃഭൂമിയിലും വന്നു, മാധ്യമത്തിലും വന്നു, മംഗളത്തിലും വന്നു, എല്ലാത്തിലും വന്നു, TV ചാനലിലും വന്നു. എന്തോ കാരണത്താൽ പുള്ളിക്ക് മാതൃഭൂമി പത്രത്തോട് വലിയ പക തോന്നി. മറ്റു പത്രങ്ങളെ അപേക്ഷിച്ച് അതിൽ മസാല കൂടി പോയോ എന്നെനിക്കറിയില്ല. പക്ഷേ പുള്ളി എന്താ വെച്ചാൽ ഇന്നേ ദിവസം വരെ മാതൃഭൂമി പത്രത്തിന് ഒരു ഒറ്റ മലയാള സിനിമയുടെ പരസ്യം കിട്ടിയില്ല. ഒന്നാലോചിച്ച് നോക്കും, 100 കൊല്ലം പഴക്കമുള്ള പാരമ്പര്യമുള്ള പത്രമാണ് മാതൃഭൂമി. ആ മാതൃഭൂമിക്ക് സിനിമാ പരസ്യം കിട്ടാതാക്കിയെന്ന് പറഞ്ഞാൽ അതാണ് പുള്ളിക്ക് ഇന്ന് ഈ കോടതി വെറുതെ വിടുന്നതിന് മുമ്പ് പുള്ളിയുടെ അവസ്ഥ. പിന്നെ വിചാരണയൊക്കെ നടന്നു, അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ അഭിപ്രായം പറഞ്ഞാൽ ശരിയല്ല, കോടതിയാണ് തീരുമാനിക്കട്ടെ. പക്ഷേ എൻ്റെ ഒരു അനുമാനം, എൻ്റെ ഊഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മിക്കവാറും തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടേക്കും എന്നാണ്. അപ്പം മലയാള സിനിമയിൽ ജയിലിൽ പോയിട്ട് വന്നതിന് ശേഷം മാതൃഭൂമി പേപ്പറിനെ ഒതുക്കി. അതായത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു വ്യക്തി ഒരു പ്രസ്ഥാനത്തോട് യുദ്ധം ചെയ്താൽ ജയിക്കില്ല, വ്യക്തി തോറ്റുപോകും, പ്രസ്ഥാനത്തോടല്ല യുദ്ധം ചെയ്താൽ. പക്ഷേ ഇവിടെ 100 വർഷം പഴക്കമുള്ള മാതൃഭൂമി പേപ്പറുകാരോട് വ്യക്തിയായ ദിലീപ് യുദ്ധം ചെയ്തിട്ട് ദിലീപ് അവർക്കൊരു പരസ്യം മലയാള സിനിമയുടെ കിട്ടാത്ത രീതിയിലാക്കി. അപ്പോൾ ഒന്ന് ആലോചിച്ച്, ഒരു പ്രസ്ഥാനത്തോട് യുദ്ധം ചെയ്തിട്ട് ജയിച്ചു ഒരു വ്യക്തി. അപ്പോൾ പിന്നെ ഈ കൂറുമാറിയവരെ ഒന്നും നമ്മളൊന്നും പറയാൻ പറ്റില്ല. അവർക്കൊക്കെ അവരുടേതായ ഒത്തിരി പ്രശ്നങ്ങളിൽ ചെന്ന് അവർ ചാടും. അതുകൊണ്ടായിരിക്കാം. അല്ലാതെ അവരാരും ഇപ്പോൾ ബിന്ദു പണിക്കരാണേലും ഭാമയാണേലും സിദ്ദിഖ് ഇവരൊക്കെ കൂറുമാറിയതിൻ്റെ കാര്യം സിനിമ വേണം അവർക്ക്, അതുകൊണ്ടായിരിക്കാം. പണത്തിന് മീതെ പരുന്തും പറക്കുമെന്ന് ചോദിച്ച പോലത്തെ ഒരു രീതിയാണ് കാണുന്നത്. പിന്നെ പുള്ളിയുടെ പ്രതികാരം എന്ന് പറഞ്ഞാൽ ഇപ്പം നടി ആദ്യമായിട്ട് ആക്രമിക്കപ്പെടുമ്പോൾ നടി ആരെങ്കിലും ശത്രു ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ അറിയില്ല നടിക്ക് ആര് ശത്രു തന്നെ. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിദേശത്ത് വെച്ച് നടന്ന ഒരു പ്രോഗ്രാം, UK വെച്ച് നടന്ന ഒരു പ്രോഗ്രാമിൽ കാവ്യമാധവന് ദിലീപിനെ കാണരുതാത്ത സാഹചര്യത്തിൽ കണ്ടു എന്ന് നടി മഞ്ജു വാര്യരെ വിളിച്ച് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഡിവോഴ്സ് ആയെന്നാണ് പറയുന്നത്. ഇനി ഡിവോഴ്സ് ആയാലും അത് ഡിവോഴ്സ് ആയിക്കഴിഞ്ഞ് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് പിന്നെ കാവ്യമാധവനെ കല്യാണം കഴിച്ച് അതും കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞാണ് ഈ പറയുന്ന നടി
നടിയുടെ വിവാഹം നിശ്ചയമായി. അപ്പത്തേന് വർഷങ്ങൾ കടന്നുപോയി. അത്രയും വർഷം കൊണ്ട് ആ ഒരു ശത്രുത മാറി എന്നാണ് നടി ഓർത്തെന്നാണ് ഭാഗ്യലക്ഷ്മിയൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നത്. പക്ഷേ ദിലീപിനെ സംബന്ധിച്ച് ജയശങ്കർ പറയുന്ന വെച്ച് നോക്കിയാൽ പ്രതികാരം അത് വീട്ടാനുള്ളതാണ് എന്നുള്ളതാണ്. പിന്നെ നേർക്ക് നേരെ വരുന്നവരെല്ലാം അടിച്ചമർത്തുക, ഒരു പ്രസ്ഥാനത്തെ വരെ ഇല്ലാതാക്കിയ പോലെയാണ്. ഇദ്ദേഹം പറയുന്ന കാര്യം ഇപ്പം ഇദ്ദേഹം ചുമ്മാ വന്നിരുന്ന് ഇങ്ങനെ പറയുന്നതെന്ന് കരുതേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. രണ്ടാമത് ഇദ്ദേഹം സോഷ്യൽ മീഡിയ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ അത് ദിലീപും കാണുമെന്നറിയാം. എല്ലാ കാര്യങ്ങളൊന്നും പറയുന്ന ഒരു വ്യക്തിയല്ല. ഒന്നാമതായിട്ട് ഇല്ലാത്തല്ല, ഉള്ളതൊക്കെ തന്നെയാണ് പറഞ്ഞത്. 1 by 1 ആയിട്ടാണ് പറഞ്ഞത്. തിലകനെയൊക്കെ ഒതുക്കിയ കാര്യം തിലകൻ്റെയൊക്കെ ഇൻ്റർവ്യൂവിൽ നമ്മൾ ഒത്തിരിയും കേട്ടിട്ടുള്ള വിനയൻ, തിലകൻ, മാള, ക്യാപ്റ്റൻ രാജു, അങ്ങനെ ഒത്തിരി പേർ ഇതുണ്ട്. അത് കൂടാതെ ചെറിയ ചെറിയ ആൾക്കാർ വേറെയുണ്ട്. ഇതിൻ്റെ മറു സൈഡിൽ ചാരിറ്റി ചെയ്ത് കുറേ ആൾക്കാരെ കൂടെ നിർത്തുകയും ചെയ്യും കേട്ടോ. ചാരിറ്റി ചെയ്ത് വീട് പണിത് കൊടുത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, സഹായിച്ച ഒരു ഇഷ്ടം പോലെയുണ്ട്. അതൊക്കെ ഇവരുടെ ഒരു ബിസിനസ് തന്ത്രം എന്നേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും ടോട്ടലി പറഞ്ഞു വെച്ചാൽ മലയാള സിനിമയിൽ വന്ന ആരെക്കാട്ടും അതിശക്തനാകട്ടോ, അതിശക്തനാണ്. നമ്മുടെ മാരാറുടെയൊക്കെ രീതി പോലത്തെ ചാണക്യ ബുദ്ധിയുമുണ്ട്. അങ്ങനെയും കൂടെ ഉണ്ട്. ചെറിയൊരു സാധാരണ നീലം വിറ്റുകൊണ്ട് നടന്നെന്നൊക്കെ ആൾക്കാർ കമൻറ്റിൽ പറയുന്നേക്കാം. നീലം, പഴയകാലത്തെ തുണിക്ക് മുക്കുന്ന നീലം വിറ്റുകൊണ്ട് നടന്ന ഒരു പയ്യനാണെന്ന് ഓർക്കണം. ആ പയ്യൻ്റെ ഒരു വളർച്ച നമ്മൾ ഈ വലിയ വലിയ ആൾക്കാരുടെ ജീവിത വിജയത്തിൻ്റെ ഹിസ്റ്ററി പഠിക്കുന്നവരെ പഠിക്കാൻ മാത്രമുണ്ട്. ഒരു നീലം വിറ്റുകൊണ്ട് നടന്ന ഒരു പയ്യൻ ഏതവസ്ഥയാണ്. ഈ പയ്യൻ ജനിക്കുന്നതിന് മുന്നേ ഉള്ള മലയാള സിനിമ സ്വന്തം കാൽച്ചൂട്ടിലിട്ട് അമർത്തി ചവിട്ടാനുള്ള അത്രയും വളരുക എന്നൊക്കെ പറഞ്ഞാലേ സമ്മതിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.